വചനസാരം വചനസാരം. മിശിഹായിൽ സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, വചനസാരത്തിലേക്ക് സ്വാഗതം. ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് തനിക്ക് ഒരു പുത്രൻ ജനിക്കുമെന്ന വാർത്ത ലഭിച്ചതിനു ശേഷം പരിശുദ്ധ അമ്മ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കുവാൻ പുറപ്പെടുന്നു. മേരി എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലുള്ള കുഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടുന്നു. ദൈവഹിതത്തോടുള്ള വിശ്വാസത്തിനും വിധേയത്വത്തിനും മേരിയെ എലിസബത്ത് പ്രശംസിക്കുന്നതായി സുവിശേഷത്തിൽ നാം വായിക്കുന്നു. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിശ്വാസം, അനുസരണം, സന്തോഷം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എലിസബത്തിലേക്കുള്ള മേരിയുടെ സന്ദർശനം നമ്മുടെ വിശ്വാസയാത്രകളിൽ പരസ്പര പിന്തുണയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ മൂല്യം കാണിക്കുന്നു. ദൈവഹിതത്തോടുള്ള നമ്മുടെ വിശ്വാസത്തിനും അനുസരണത്തിനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും ഉന്നമനം നൽകുവാനും കഴിയുമെന്ന് മറിയത്തെക്കുറിച്ചുള്ള എലിസബത്തിന്റെ അഭിവാദനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എലിസബത്തിന്റെ ഉദരത്തിൽ കുഞ്ഞിന്റെ ആഹ്ലാദത്തിനായുള്ള കുതിച്ചുചാട്ടം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഉണ്ടാകുന്ന സന്തോഷത്തെയും ആവേശത്തെയും പ്രതീകപ്പെടുത്തുന്നു. യേശുവിന്റെ ജനനം ആഘോഷിക്കുവാൻ നാം ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം വിശ്വാസത്തെയും അനുസരണത്തെയും സന്തോഷത്തെയും കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ വിശ്വാസയാത്രകളിൽ നമുക്ക് എങ്ങനെ പരസ്പരം പിന്തുണയ്ക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും കഴിയുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവഹിതത്തോടുള്ള നമ്മുടെ വിശ്വാസവും അനുസരണവും എങ്ങനെ നമുക്ക് പ്രകടമാക്കാൻ സാധിക്കും? ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് എങ്ങനെയാണ് സന്തോഷവും ആവേശവും നട്ടുവളർത്താനാവുക? നമ്മുടെ സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാനും പരിശുദ്ധ അമ്മയുടെ ലാളിത്യവും എളിമയും അനുസരണവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനാവുമ്പോൾ നാം ഇത് ചെയ്തു കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിൽ വിശ്വാസവും അനുസരണവും സന്തോഷവും വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസയാത്രകളിൽ പരസ്പരം പിന്തുണയും പ്രോത്സാഹനവും നൽകുവാൻ സഹോദരങ്ങളിൽ അങ്ങയെ കാണുവാനും പരസ്പരം സഹായിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വചനസാരം വചനസാരം.